ഹലോ ഗൈസ്, അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. 2025 ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ പറയണം എന്ന് തോന്നി, ഈ വർഷമെങ്കിലും നല്ലൊരു വർഷമായിരിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം വെറും ശോകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം നല്ലൊരു വർഷമാകട്ടെ. അപ്പോൾ 1-ാം തീയതി, അതായത് 2025 ജനുവരി 1-ാം തീയതി ആയിട്ട് അങ്ങനെ ഫസ്റ്റ് പടം ഞാൻ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. മാക്സ് എന്ന് പറയുന്ന കിച്ചർ സുദീപ് നായകനായി എത്തിയ സിനിമയാണ് ഇത്. ക്രിസ്മസിന് കന്നഡയിലും ഒക്കെ റിലീസായ പടമാണ്. ഞാൻ ഇതിന്റെ തമിഴ് വെർഷനാണ് കണ്ടത്. ഇന്നാണ് ഇവിടെ കേരളത്തിലൊക്കെ റിലീസ് ചെയ്തത്. കുറച്ച് സ്ക്രീൻസിലുള്ളൂന്ന് തോന്നുന്നു. എന്താ പറയണ, ഞാൻ ഈ ഒരു സിനിമ പിക്ക് ചെയ്യാനുള്ള കാരണം ഇന്നൊരു റിലീസാണ്. അപ്പൊ ഫസ്റ്റ് പടം എന്തായാലും ഇതങ്ങ് പോകാൻ വിചാരിച്ചു. ഞാൻ ടൊവിനോ പുള്ളിക്കാരന്റെ പടമാണ് ഞാൻ ലിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ആഴ്ച. അത് പോയി ഫസ്റ്റ് കണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ വേണ്ട, മാക്സിൽ തന്നെ തുടങ്ങാൻ വിചാരിച്ചു. ഓക്കെ, മാക്സ് എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രി നടക്കുന്ന സംഭവമാണ്. എന്ന് വെച്ചാൽ ഒരു പോലീസ് സ്റ്റേഷനിലാണ് കഥ പറഞ്ഞ് തുടങ്ങുന്നത്. പിന്നെ അവിടെ ഒരു 2 കൊലപാതകം, അതിനെ ചുറ്റിപ്പറ്റി അങ്ങനത്തെ പരിപാടിയാണ് മാക്സ് എന്ന് പറഞ്ഞ സിനിമ. പക്ഷെ ഇതില് ഒരു പോസിറ്റീവായിട്ട് എനിക്ക് എടുത്തു തന്നെ പറയണം. ഇതില് കിച്ചർ സുദീപ് എന്ന് പറയുന്ന നായകനെ അങ്ങോട്ട് ഭയങ്കര മാസ് അടിക്കാനോ അല്ലെങ്കിൽ BGM കുത്തിക്കയറ്റാനോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. മറ്റേ ഇടയ്ക്കൊരു തൊലിഞ്ഞ പടം ഇറങ്ങിയല്ല, മാർട്ടിൻ. അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ ആവുമോ എന്ന് വിചാരിച്ചു ഫസ്റ്റൊക്കെ ആയപ്പം. പിന്നെ ഒരു പ്ലെയിൻ ആയിട്ട് ഒരു മാസം ഒരു ലിമിറ്റഡ് മാസമായാലും സോങ് ആയാലും ഒരു ലിമിറ്റഡ് ആയാലും എല്ലാം ഒരു ലിമിറ്റൊക്കെ വെച്ചാണ് പോണത് കേട്ടോ. അത് ഇതിലൊരു പോസിറ്റീവ് ഘടകം തന്നെയാണ്. ഇതിലെ പെർഫോമൻസ് കിച്ചർ സുദീപ്, പുള്ളിയുടെ ഒരു സ്വാഗ് ആയിക്കോട്ടെ, പുള്ളിയുടെ ആക്ടിങ്, പിന്നെ ആക്ഷൻ സീക്വൻസ് ആയാലും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സുനിൽ ആണ് ഇതിൽ വില്ലനായിട്ട് വന്നിരിക്കുന്നത്. പുള്ളിക്കാരനെ നൈസായിരുന്നു. പിന്നെ വരലക്ഷ്മി ശരത് കുമാർ ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് പേരുകളൊക്കെ കുറെ ആൾക്കാർ അതിനകത്തുണ്ട്. അപ്പം സിനിമ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു രാത്രി നടക്കുന്ന സംഭവം. പക്ഷെ അത് കുഴപ്പമില്ല, എടുത്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് മേക്കിംഗ് അത്ര പോരാ എന്ന് തോന്നി. ചില ഇടങ്ങളിൽ ഒരു മേക്കിംഗ് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. ലാഗ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സോങ് എടുത്തു പറയാനായിട്ടുള്ളത് കന്നഡയിലെ ഒരു ചേരുവകൾ അല്ലെങ്കിൽ അവിടുത്തെ ഓഡിയൻസിനുള്ള ഒരു എന്താ പറയണ എല്ലാം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം ഒരു എന്താ പറയണ ഒരു ആവശ്യത്തിന് എന്നും പറഞ്ഞിട്ട് ചെയ്ത പോലെയാണ് ഫീൽ ചെയ്തത്. മറ്റേ ഓവറായിട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടായില്ല. അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മറ്റ് കന്നഡ, തെലുങ്ക്, അങ്ങനെ തമിഴ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവർ ഈ നായകനെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പരിപാടി കാണിക്കും. പക്ഷെ ഇതിൽ അങ്ങനെ ഇല്ല. ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ലിമിറ്റഡ് അങ്ങനത്തെയാണ് ചെയ്തത്. ഓക്കെ, ലിമിറ്റഡ് രീതിയിലാണ് ചെയ്തത്. സംഭവം കുഴപ്പമില്ല. ദാറ്റ്സ് ഇറ്റ്. 150 രൂപ കൊടുത്ത് എനിക്കങ്ങ് ലാഭമായി. ഞാൻ വിചാരിച്ചു എന്തായാലും കൊള്ളൂല നോക്കി അങ്ങ് കയറി കൊടുത്തതാണ്. അപ്പം എന്തിനായാലും കൊള്ളാമോ കൊള്ളൂല ഒന്നും നോക്കിയില്ല, ഞാൻ അങ്ങ് കയറി കൊടുത്തതാണ്. പക്ഷെ ഓക്കെ ഫീലാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയത്. മ്യൂസിക് എടുത്ത് പറയണം കേട്ടോ. ബി അജനേഷ് ലോകനാഥാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ വിജയ് കാർത്തികയാണ്. ഓക്കെ, അത്രയ്ക്കേ ഉള്ളൂ മാക്സ്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.